നമസ്കാരം, സജിത് മാനസ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാഹി ലോവർ പ്രൈമറി സ്കൂളിലാണ്. ഇവിടെ ഒരു ഗ്ലാസ് റൂമിൽ കുറച്ച് ചിത്രങ്ങൾ വരച്ചു വെച്ചെന്ന് പുറത്ത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ജയദേവ മാഷും അവിടുത്തെ ടീച്ചേഴ്സും കൂടിയായിട്ടാണ് ഇതൊരു ടീം വർക്കായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അവർ ചെയ്ത എന്തെല്ലാം എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ജയദേവ മാഷും ഇവരെല്ലാം ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമാവുമല്ലോ അത് ആ സംഗതികൾ കാണാൻ. നമുക്കൊന്ന് മാഷിടത്തേക്ക് പോവാം. എച്ചമ്മ ഇവിടെ പുറത്തുണ്ട്. നമുക്ക് എച്ചമ്മൻ്റെ കൂടി കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് എന്തെല്ലാം സംഗതികൾ എന്താ ചെയ്തതെന്നും ആരാ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എച്ചമ്മയോട് ചോദിക്കാം. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ LP കുട്ടികൾക്ക് ഉള്ള എന്തെല്ലോ ചെയ്തിട്ടുണ്ടെന്ന് കരുതി വന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി മാഷയുടെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിലാണ് ഒരു പുതിയ വർക്ക് ചെയ്തത്. 1ാം ക്ലാസ് വളരെ മനോഹരമാക്കി, കാരണം കുട്ടികളുമായിട്ട് ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് 1ാം ക്ലാസ്സിനെ വളരെ അട്രാക്റ്റീവാക്കി മാറ്റേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ആലോചിച്ചു. അപ്പോൾ സജന ടീച്ചറും അതുപോലെ സുഗന്ധ ടീച്ചറും ആണ് ഈ ആശയം കൊണ്ടുവന്നത്. അവർ ജയദേവ മാഷുമായിട്ട് സംസാരിച്ച് മാഷ് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 4 ചുമരുകളും പഠനവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളിലൂടെ ഇത് അവതരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ജയദേവ മാഷ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്കൂളിൽ വരികയും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെക്കേഷൻ ദിവസങ്ങളിൽ ഈ 4 ചുമരുകൾ ഇങ്ങനെ ചിത്രങ്ങൾ വരച്ചിട്ട് പഠിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടാലോ? ജയദേവ മാഷാണ്. ജയദേവ മാഷ് പോവാം. ജയദേവ മാഷ. അപ്പോൾ ജയദേവ മാഷ ചെയ്ത വർക്കുകളാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ കാണുന്നത്. കഴിഞ്ഞ ഒരു മാസം മാഷ് രാവിലെ മുതൽ വൈകുന്നേരം വരെയായിട്ട് ചെയ്ത ഒരു വർക്കാണിത്. വളരെ മനോഹരമായിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആദ്യമായി നമുക്ക് മലയാളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ആദ്യം തന്നെ കുട്ടികൾക്ക് എന്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അതാണ് ഈ ചുമരിൽ നമ്മൾ പകർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത് ചിഹ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ഈ ചിഹ്നങ്ങൾ പഠിച്ചു വരിക എന്നുള്ളത്. അത് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഈ ചുമരിൽ കൊടുത്തിട്ടുള്ളത് 10 മാജിക്കൽ വേർഡ്സ് ആണ്. ഇത് നമ്മുടെ കുട്ടികളിൽ മൂല്യബോധം വളർത്താൻ സഹായിക്കുന്നു. കൂടാതെ കുട്ടികൾക്ക് മറ്റു കൂട്ടുകാരോട്, തന്റെ കൂട്ടുകാരോട് സ്നേഹത്തോടെയും പരിഗണനയോടും പെരുമാറാൻ ഈ 10 മാജിക്കൽ വേർഡ്സ് കുട്ടികളെ സഹായിക്കുന്നു. കുട്ടികൾക്ക് ജീവിതത്തിൽ ഉടനീളം ഈ വേർഡ്സ് ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഫൗണ്ടേഷൻ ഇൻ ലിറ്ററസി ആൻഡ് ന്യൂമറസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ചുമർ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. കുട്ടികളിൽ വായന, എഴുത്ത്, സംസാരശേഷി, സംഖ്യാബോധം എന്നിവ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് റൂമിലെ ഈ ചുമരുകൾ നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഈ ചുമരിൽ കൊടുത്തിട്ടുള്ളത് കുട്ടികൾ പരിചിതമായ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ചിത്രങ്ങളാണ്. അടുത്തതായി ഈ ചുമരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് മഴവില്ലിന്റെ വർണ്ണങ്ങളാണ്. അതിന്റെ പേരും എല്ലാം നമ്മൾ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്തായി ഐ ലവ് മൈ സ്കൂൾ, കുട്ടികൾക്ക് സ്കൂളിനോട് ഒരു ഇഷ്ടം വർദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ഇത് കൊടുത്തിട്ടുള്ളത്. മന്തിന്റെ നെയിംസും മന്തും വീക്സും ആണ്. ഇത് കുട്ടികൾക്ക് എന്താ എപ്പോഴും പ്രയാസപ്പെടുന്ന ഒന്നാണ്. ഇതിന്റെ സ്പെല്ലിങ് മാറിപ്പോവുക, അപ്പൊ കുട്ടികൾക്ക് ഇതിന്റെ ക്രമമായി പറയാനുള്ള അത് ശരിയാവാണ്ടിരിക്കുക. അപ്പൊ ഇത് നമ്മൾ കുട്ടികൾ ഡെയിലി കാണുന്ന സമയത്ത് എന്താണ് ഇത് കുട്ടികൾക്ക് മനസ്സിൽ എപ്പോഴും ഉറച്ചു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ചുമരിൽ ഇങ്ങനെ ഒരു ചിത്രം. ഇത് 1ാം ക്ലാസ്സിലെ കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ് ഇത്. അതിൽ ഐ ക്യാൻ റീഡ് എന്ന് കൊടുത്തിട്ട് ഈ വേർഡ്സ് 1ാം ക്ലാസ്സിലെ കുട്ടികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് പ്രിപ്പോസിഷൻസ്. കുട്ടികൾ എത്ര പഠിച്ചാലും കുട്ടികൾക്ക് എന്താവും, ഇതിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻസ് വരുന്ന ഒന്നാണ് ഈ പ്രിപ്പോസിഷൻസ്. നമ്മൾ എത്ര പഠിപ്പിച്ചാലും എപ്പോഴും കുട്ടികൾക്ക് ഇതെന്തായി എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒന്നാണ്. കുട്ടികൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇതിലുള്ള കുട്ടികളുടെ കൺഫ്യൂഷൻസ് മാറും. എവിടെയാണ് ഓണ് ചേർക്കേണ്ടത്, എവിടെയാണ് ഇന്ന് ചേർക്കേണ്ടത് എന്നുള്ളത് ഇത് പിക്ചറോട് കൂടി വരുന്ന സമയത്ത് കുട്ടികൾക്ക് ആ കൺഫ്യൂഷൻ ഇല്ലാണ്ടാവും. ഡെയിലി ഇത് കണ്ടുകൊണ്ട് കുട്ടികൾ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇത് കറക്റ്റായി പഠിച്ചിട്ട് ഉണ്ടാവും. ചിത്രവും ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ പഠന സന്ദേശത്തെ മുൻനിർത്തിയാണ്. ഇങ്ങനെ ഒരു ക്ലാസ് റൂം ചിത്രീകരിക്കാൻ വേണ്ടി സഹായിച്ച നമ്മുടെ പ്രധാന അധ്യാപകനാണ് അജിത് സർ. പിന്നെ നമ്മുടെ പ്രൈമറിയിലെ എല്ലാ അധ്യാപകരും, കൂടാതെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകനായ ജയദേവ് മാസ്റ്ററാണ് നമുക്ക് ഇത് ചിത്രീകരിക്കാൻ വേണ്ടി എല്ലാം ചെയ്തത്. ജയദേവ് മാസ്റ്ററാണ് ഈ ഇത് ചിത്രീകരിച്ചിട്ടുള്ളത്.
ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി ഇവരത് പറയുകയാണെങ്കിൽ ഞാൻ ആ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ചെയ്യാൻ തയ്യാറാണ്. പിന്നെ ഭാവിയിൽ ചിലപ്പോൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഓരോ പിക്ചറുകൾ വരച്ച് സെറ്റ് ചെയ്യും. ഇതിനെല്ലാവിധ അനുഭവം നടന്നത് ഈ ഐഡിയ മുഴുവൻ പറഞ്ഞത് സജിന ടീച്ചറും സുഗത ടീച്ചറുമാണ്. അത് ഞാൻ ചമ്മന്തിക്ക് വരച്ചതേ ഉള്ളൂ. ഇതിനു വേണ്ട എല്ലാ പ്രോത്സാഹനം കൂടെ തന്നത് അജിത് മാഷാണ്.